എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LBS അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 19-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് 16-ാം തീയതിയാണ്. 18-ാം തീയതി വരെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള ഒരു കോഴ്സിലേക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എങ്കിൽ അതിന് താഴെയുള്ള ഓപ്ഷൻസ് പിന്നീട് പരിഗണിക്കുമോ, അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ വേണ്ട എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഓപ്ഷന് താഴെയുള്ള മറ്റു ഓപ്ഷനുകൾ ഡിലീറ്റ് ആയി പോകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട സംശയമാണ്. നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ എങ്ങനെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 15-ാം തീയതി വരെയാണ് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജിലേക്ക് വേണമെങ്കിൽ ഓപ്ഷൻ നൽകാം. അതായത് ഏകദേശം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 100-200 ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളുമായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. നിങ്ങൾ ഇപ്പോൾ നൽകുന്ന കോഴ്സ് ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് ആദ്യത്തെ 1, 2, 3 അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നതും അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നടത്തപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുകയും, അതായത് പിന്നീട് ബാലൻസ് വരുന്ന സീറ്റിലേക്ക്, അതായത് ബാക്കി വരുന്ന സീറ്റിലേക്ക് SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ സീറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. അതിനുശേഷം പിന്നീട് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. അതായത് ആദ്യം SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നത് എങ്കിലും പിന്നീട് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ SC/ST സ്പോട്ട് അഡ്മിഷനും അതുപോലെ ജനറൽ കാറ്റഗറിക്കുള്ള സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളും നടത്തപ്പെടുന്നതായിരിക്കും. ടോട്ടൽ ഏകദേശം ഒരു 10-11 ഈ ഒരു അലോട്ട്മെൻറ്റുകൾ ടോട്ടലായിട്ട് ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ അല്ല, LBSൽ ട്രാൻസ്ഫർ ഇല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യമുള്ള കോളേജുകളായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം പറയാം. ട്രയൽ അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏത് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടാനാണ് സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് 16-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം 16-ാം തീയതി മുതൽ 18-ാം തീയതി രാവിലെ 10 മണി വരെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനുമുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുള്ള ഏതൊരു കോളേജിലേക്കും ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സിലേക്കുമുള്ള അലോട്ട്മെൻറ്റ് ഒരുമിച്ചായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഇപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗ് ആണ് പഠിക്കാൻ താല്പര്യമെന്ന് കരുതുക. നഴ്സിംഗ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യത്തെ 14 ഗവൺമെൻറ് കോളേജിലേക്ക് കൊടുക്കണം, പിന്നീട് ഒരു 10 സെൽഫ് ഫിനാൻസ് കോളേജിലും കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 24 കോളേജുകളിലേക്ക് നിങ്ങൾ ആദ്യം നഴ്സിംഗിനാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് MLT കോഴ്സാണ് അടുത്തത് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് പ്രൈവറ്റ് വേണമെങ്കിൽ, അതായത് സെൽഫ് ഫിനാൻസ് കോളേജുകൾ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് BPT അതുപോലെ തന്നെ BOT ഇതുപോലെയുള്ള BCVT എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ കോഴ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കോഴ്സുകളിലേക്കും ഓപ്ഷൻ വെക്കാം. നിങ്ങളുടെ പ്രയോറിറ്റി ഏതാണ്, അതായത് ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട്, അതുപോലെ ഏത് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു കോളേജിൽ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. പ്രയോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കോളേജുകളായിരിക്കണം മുൻഗണനാക്രമത്തിൽ നൽകേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ഈ ഓപ്ഷൻ നൽകി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തു എന്ന് കരുതുക. അതായത് ഇപ്പോൾ ഈ 10 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ 10 ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ 10 ഓപ്ഷൻസിൽ നിങ്ങൾക്ക്
ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു എട്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ ഇതിൽ എവിടെയെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ പുതുതായിട്ട് ഈ ഒരു മറ്റൊരു നഴ്സിംഗോ അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിലോ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനോ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ 18-ാം തീയതി രാവിലെ 10 മണി വരെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളായിരിക്കണം മുൻഗണനാക്രമത്തിൽ നൽകേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യവുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നേരത്തെ കണ്ട പേജിൽ ഉള്ളതുപോലെ തന്നെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് 3 ലൈൻസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇത് ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാനും അതുപോലെ നിലവിലെ ഓപ്ഷൻ വേണമെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഓപ്ഷനെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാനും, അതായത് ഈ ഒരു ആദ്യത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നാമത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനാണ് റീഅറേഞ്ച് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ചെയ്ത ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്, അതായത് സൈഡിലായിട്ട് ആ ഒരു ലോഗിൻ ചെയ്ത ശേഷമുള്ള പേജിൽ ഇതേപോലെ നിങ്ങൾ 3 ലൈൻസ് കണ്ടിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നത് പരിശോധിക്കുക. ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കോളേജ് കാണിക്കില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു പേജിൽ തന്നെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റിനുള്ള ഒരു ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടമില്ലാത്ത കോളേജ് കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇഷ്ടമില്ലാത്ത കോളേജ് കിട്ടുന്നതല്ല. അതുപോലെ തന്നെ കാരണം നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണ്, അതായത് അഡ്മിഷനല്ല ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് 2-3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു 10 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കിപ്പോൾ അതിൽ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അതിന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളാണ് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുക. നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ തന്നെ അഡ്മിഷൻ മതി എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹയർ ഓപ്ഷൻസ് മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്യണം. അതായത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനാണ് പിന്നീട് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ കാണിക്കുക. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്ത പേജിൽ ഏറ്റവും താഴെയായിട്ട് ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മോഡ് ഓഫ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ചലാൻ സെലക്ട് ചെയ്യാം. ഓൺലൈൻ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ്, അതുപോലെ UPI ഇതൊക്കെ വെച്ചുകൊണ്ട്, അതായത് ഗൂഗിൾ പേ ഇവയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫീ പേയ്മെൻറ്റ് നടത്താം. അതുപോലെ തന്നെ
ചലാനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ചലാനാണ് കിട്ടുക. അപ്പോൾ ആ ഒരു ചലാനും എടുത്തുകൊണ്ട് നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ പോയിക്കൊണ്ട് ആ ഒരു ചലാൻ ഫീ അടച്ച ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നൽകുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്റ്റ്, അതായത് ചലാൻ്റെ ആ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ കോഴ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കി ഓപ്ഷനുകളെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേം താല്പര്യമുണ്ട്, എന്നാൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ താല്പര്യം ഇതിന് മുകളിലുള്ള മറ്റു ഓപ്ഷനുകളാണെന്ന് കരുതുക. അതായത് 1 തൊട്ട് 4 വരെയുള്ള ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഹയർ ഓപ്ഷനുകളിലേക്ക് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് വരുന്നത് SC ST OEC വിഭാഗങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലും അതുപോലെ സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിലുമാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 1000 രൂപയാണ് വരിക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടുകയാണെങ്കിൽ ഇതേ രീതിയിൽ 1000 രൂപ വരുമെങ്കിലും അഡ്മിഷൻ ടൈമിൽ ബാക്കി ഫീസ് ഫുള്ളായിട്ട് അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സാധാരണ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ ഏകദേശം 23,170 രൂപയാണ് വരിക. സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ 1,13,000 രൂപയാണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഫീസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ 25,000 രൂപയാണ് വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടത്. അതായത് ഗവൺമെൻറ്റിൽ കിട്ടുന്ന സമയത്ത് ജനറൽ കാറ്റഗറിക്ക് 23,170 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റും അതിനുശേഷം ബാക്കി പൈസ അഡ്മിഷൻ ടൈമിലുമാണ് അടക്കേണ്ടത്. അതുപോലെ SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഗവൺമെൻറ് കോളേജിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ആകെ വരുന്ന ഫീസ് 1000 രൂപ മാത്രമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യമില്ലാത്ത കോളേജുകൾ ഉണ്ടെങ്കിൽ അത് ഓപ്ഷൻ കൊടുക്കാതിരിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും, അതായത് ട്രയൽ അലോട്ട്മെൻറ്റില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത കോളേജ് അല്ലെങ്കിൽ കോഴ്സ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. അപ്പോൾ 15-ാം തീയതി വരെ നിങ്ങൾ ഇപ്പോൾ നൽകിയുള്ള ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.